എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും നമ്മൾ മാനേജ്മെന്റ് തത്വങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെയാണ് പ്രയോഗിക്കുക അല്ലെങ്കിൽ അനുശാസിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് കേൾക്കാറുള്ളത്. ധർമ്മശാസ്ത്രത്തില് കെമിസ്ട്രിയും അപ്ലൈഡ് കെമിസ്ട്രിയും ഫിസിക്സും അപ്ലൈഡ് ഫിസിക്സും എല്ലാം ഉള്ളതുപോലെ ധർമ്മശാസ്ത്ര ആൻഡ് അപ്ലൈഡ് ധർമ്മശാസ്ത്ര അതെവിടെയാ കാണാൻ സാധിക്കുക? നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് എവിടെയാണ്? ഒന്നുകിൽ രാമായണത്തില്, അല്ലെങ്കിൽ രാമൻ എന്ന വ്യക്തിയില് കേന്ദ്രീകരിച്ച് ദശരഥ മഹാരാജാവ്, കൗസല്യ, കൈകേയി, സുമിത്ര, അനുജനായ ലക്ഷ്മണൻ, ഭരതൻ, ശിഷ്യനായ വശിഷ്ഠൻ, വശിഷ്ഠന്റെ ശിഷ്യനായ രാമൻ, എല്ലാം രാമനിൽ കേന്ദ്രീകരിച്ച ഒരു വ്യക്തിയുടെ അപ്ലൈഡ് ധർമ്മശാസ്ത്ര. മഹാഭാരതത്തില് വ്യക്തിയല്ല, കുടുംബത്തിൽ കേന്ദ്രീകരിച്ച പാണ്ഡവരുടെ കുടുംബം, അതേപോലെ കൗരവരുടെ കുടുംബം. ഒന്ന് നന്മയുടെ പ്രതീകം, മറ്റൊന്ന് തിന്മയുടെ പ്രതീകം. രണ്ട് കുടുംബം. ഇവിടെ നന്മയുടെയും തിന്മയുടെയും എന്ന് വേർതിരിക്കാനില്ല, ഒരു കുടുംബേ ഉള്ളൂ, അത് രാമന്റെ കുടുംബം. അതില് ആ വ്യക്തിയും വ്യക്തിയുമായി ബന്ധപ്പെട്ടവരും എപ്രകാരമാണ് ധാർമ്മിക മൂല്യങ്ങള് ജീവിതത്തിലെ മാനേജ്മെന്റ് തത്വങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കുന്നത് എന്നാണ് നമ്മൾ വിവരിച്ചുകൊണ്ട് പോകുന്നത്. ഇത്രയും കാലം എന്ന് വേണമെങ്കിൽ പറയാം, 6-7 മാസമായി രാമായണത്തിന്റെ തുടക്കം മുതൽക്ക് ഇങ്ങനെ മാനേജ്മെന്റ് തത്വങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് 5 ഞായറാഴ്ചകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് രാമൻ കാട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള സജഷൻസ് എല്ലാവരും തന്നതാണ്. ഇനി നമ്മൾ ഡിസിഷൻസിലേക്കാ പോവാം. മാനേജ്മെന്റ് ഡിസിഷൻ. ശ്രീരാമന്റെ ഡിസിഷൻ എന്തായിരുന്നു? സീതയുടെ ഡിസിഷൻ, ഭരതന്റെ ഡിസിഷൻ, ലക്ഷ്മണന്റെ ഡിസിഷൻ, വശിഷ്ഠന്റെ ഡിസിഷൻ. ഇതാണ് രാമായണത്തിന്റെ ജംഗ്ഷൻ. ശ്രീരാമൻ ഭൂമിയിലേക്ക് വന്നതിന്റെ ആവശ്യകത എന്താണെന്ന് വിവരിക്കുന്ന ജംഗ്ഷൻ അതാണ്. ധർമ്മശാസ്ത്രത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കണ്ടും കേട്ടും അറിയാനുണ്ട് എന്ന് വിവരിക്കുന്ന പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ശ്രീരാമന് കൗസല്യയിൽ ഉണ്ടാകുന്ന ദുഃഖം ശ്രീരാമനെ പരിധിക്കപ്പുറം സ്വാധീനിച്ചില്ല. ദശരഥൻ തളർന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കാണ്. താൻ പോയാൽ അച്ഛൻ മരിക്കുമോ എന്ന ഭയം ശ്രീരാമൻ ലക്ഷ്മണനെയും കൊണ്ടാണ് താൻ പോകുന്നത്. അതുകൊണ്ട് ലക്ഷ്മണനെ കൂട്ടി കൊണ്ടുപോകുമ്പോൾ ലക്ഷ്മണന്റെ ഭാര്യ ആ ഡിസിഷൻ മേക്കിംഗ് ആണ്
ശ്രീരാമനെ മറ്റുള്ളവരിൽ നിന്ന് ഡയറക്ടറോ മാനേജിംഗ് ഡയറക്ടറോ ചെയർമാനോ ആണെങ്കിലും എന്ത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവർക്ക് സംഭവിക്കുന്നു എന്നുള്ളത് വിലയിരുത്തി തീരുമാനമെടുക്കുമ്പോഴും ഓർമ്മിക്കുക, തീരുമാനം എന്തെടുത്താലും പ്ലസുകളും മൈനസുകളും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൗസല്യ കരഞ്ഞു പിഴിഞ്ഞ് ബോധം കെട്ട് വീഴാൻ സാധ്യതയുണ്ട്. ദശരഥൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ സാധ്യതയുണ്ട്. ഗുരു പറഞ്ഞത് കേട്ടില്ല എന്ന പേരിൽ വസിഷ്ഠന് ദേഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സീതാദേവിയെ കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ സീതാദേവിയുടെ അച്ഛനായ ജനക മഹാരാജാവിന് ദേഷ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ലക്ഷ്മണനെ കൂട്ടത്തിൽ കൊണ്ടുപോകുമ്പോൾ നീയും കൂടി വന്നോളൂ എന്ന് പറയാത്ത ആ രാമനോട് ഊർമിളയ്ക്ക് ദേഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ശ്രീരാമനെ ബാധിച്ചില്ല. ഇതൊന്നും ബാധിച്ചില്ല. ശ്രീരാമൻ ഡിറ്റാച്ച്ഡ് ആയി. Decision making authority should have the attachment with detachment. Attachment with detachment എന്നൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കാം. എന്താ കാരണം? ലക്ഷ്മണൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ കൂട്ടത്തിൽ ഉണ്ടാവണമെന്നൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. സീത കൂട്ടത്തിൽ ഉണ്ടായാൽ കൊള്ളാമെന്നൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. തന്റെ അച്ഛനോട് കൊടുത്ത വാക്ക് പാലിക്കണമെന്ന അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അനുഗ്രഹം വാങ്ങിച്ച് ശാപമാകരുതെന്ന ഉജ്ജ്വലമായിട്ടുള്ള അറ്റാച്ച്മെന്റോട് കൂടിയ ആഗ്രഹം രാമനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ രാമനാണെങ്കിൽ എടുത്ത തീരുമാനം 100% ഡിവോഷനും ഡെഡിക്കേഷനോടും കൂടി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കലാണ് രാമന്റെ ഡിസിഷൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത പ്രണാമം. നമസ്കാരം.